നെർവ് ഇഞ്ചുറീസിനെ കുറിച്ചുള്ള ഒരു പുതിയ സെക്ഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ന്യൂറോൺസിനെ പറ്റി പറഞ്ഞു, അതിൻ്റെ ഫണ്ടമെൻ്റൽസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കി, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ടൈപ്സ് അതെല്ലാം പഠിച്ചു. ഈ ഒരു സെക്ഷനിൽ നെർവിനുണ്ടാകുന്ന ഇഞ്ചുറീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഒരു നെർവ് ഇഞ്ചുറി, അതിൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഡിഗ്രി ഓഫ് ഡാമേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് നെർവ് ഇഞ്ചുറീസിനെ പല ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു. അതിനുവേണ്ടി നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടൊരു ക്ലാസിഫിക്കേഷൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന സെഡൻസ് ക്ലാസിഫിക്കേഷൻ ഓഫ് നെർവ് ഇഞ്ചുറീസ് ആണ്. അതനുസരിച്ചിട്ട് നെർവ് ഇഞ്ചുറീസിനെ 3 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം: ന്യൂറോപ്രാക്സിയ, ആക്സോണോടെമസിസ്, ന്യൂറോടെമസിസ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഒരു ആക്സോണിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 3 ടൈപ്സ് ഓഫ് ഇഞ്ചുറീസിലും ആക്സോണിന് എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുന്നതെന്ന്. അപ്പോൾ നമ്മുടെ പെരിഫറൽ നെർവിൻ്റെ 3 കണക്റ്റീവ് ടിഷ്യൂ കമ്പാർട്ട്മെൻറ്റ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് എപ്പിന്യൂറിയം, പെരിന്യൂറിയം, എൻഡോന്യൂറിയം എന്നിങ്ങനെ 3 കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടാണ് അത് തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു നെർവ് ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ ഈ കമ്പാർട്ട്മെൻറ്റ്സിന് എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുന്നത്, അനാട്ടമിക്കലി എന്ത് ഡിസ്റപ്ഷനാണ് ഉണ്ടാവുന്നത്, ഫിസിയോളജിക്കലി എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്, ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂറോപ്രാക്സിയാണ്. അപ്പോൾ ന്യൂറോപ്രാക്സിയിൽ മനസ്സിലാക്കാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ it is a condition resulting from contusion of a peripheral nerve. It results in reversible physiological nerve conduction block. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബ്ലണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൺഡ്യൂഷനാണ് ഇവിടെ സംഭവിക്കുന്നത് പെരിഫറൽ നെർവിന്. അതിൻ്റെ ഫലമായിട്ട് ഒരു റിവേഴ്സിബിൾ ഫിസിയോളജിക്കൽ നെർവ് കണ്ടക്ഷൻ ബ്ലോക്ക് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. ഇവിടെ കാര്യമായിട്ടുള്ള അനാട്ടമിക്കൽ ഡിസ്റപ്ഷൻ ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അത് നമുക്ക് ഈ ഫിഗർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. വലുതായിട്ട് അനാട്ടമിക്കൽ ഡിസ്റപ്ഷൻ ഉണ്ടായിട്ടില്ല, പക്ഷേ ഇവിടെ ഒരു ഫിസിയോളജിക്കൽ കണ്ടക്ഷൻ ബ്ലോക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇഞ്ചുറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ടെമ്പററി ആണ്, അതിൻ്റെ റിക്കവറി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നതുമാണ്, കാരണം അത് റിവേഴ്സിബിൾ ആണ്. അപ്പോൾ ഇത് ഏതൊക്കെ കണ്ടീഷൻസിലാണ് ഇത് കാണുന്നതെന്നും കൂടെ പഠിക്കണം. അതായത് ക്രച്ച് പാൾസി, ടോർണിക്വറ്റ് പാൾസി, സാറ്റർഡേ നൈറ്റ് പാൾസി തുടങ്ങിയ കണ്ടീഷൻസിലാണ് ന്യൂറോപ്രാക്സിയ കാണുന്നത്. അപ്പോൾ നമ്മുടെ റേഡിയൽ നെർവ് ഇഞ്ചുറിയുമായിട്ട് ബന്ധപ്പെട്ട 2 ക്ലിനിക്കൽ കണ്ടീഷൻസ് ആണ് ക്രച്ച് പാൾസി ആൻഡ് സാറ്റർഡേ നൈറ്റ് പാൾസി എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് ഇഞ്ചുറിയാണ് പറയുന്നത് ആക്സോണോടെമസിസ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ആക്സോണിനും അതിൻ്റെ മൈലിൻ ഷീത്തിനും ഇഞ്ചുറി സംഭവിക്കുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എൻഡോന്യൂറിയം പ്രിസർവ്ഡ് ആയിട്ടാണ് കാണുന്നത്. ഇത് കാണപ്പെടുന്ന കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഫ്രാക്ചേഴ്സ് ആൻഡ് ഡിസ്ലൊക്കേഷൻസിലാണ് ആക്സോണോടെമസിസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എൻഡോന്യൂറിയം പ്രിസർവ്ഡ് ആണ്. ഇഞ്ചുറി ഉണ്ടാവുന്നത് ആക്സോൺ എലോങ് വിത്ത് മൈലിൻ ഷീത്തിനാണ്. പിന്നെ ഇതിന് നമുക്ക് ചില കേസസിൽ മാത്രം ഒരു സ്പോണ്ടേനിയസ് റിക്കവറി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതാണ് ആക്സോണോടെമസിസ്. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് ന്യൂറോടെമസിസ് ആണ്. ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും അനാട്ടമിക്കൽ ട്രാൻസാക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്കൊരു റിക്കവറി എക്സ്പെക്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. ഇത് കാണപ്പെടുന്നത് ഒരു ഓപ്പൺ വൂണ്ടിൻ്റെ കേസിലാണ്. അതാണ് ന്യൂറോടെമസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ 3 ടൈപ്സ് ഡിസ്കസ് ചെയ്തു: ന്യൂറോപ്രാക്സിയ, ആക്സോണോടെമസിസ്, ന്യൂറോടെമസിസ്. ന്യൂറോപ്രാക്സിയയുടെ കേസിൽ അനാട്ടമിക്കൽ ഡിസ്റപ്ഷൻ കാര്യമായിട്ട് സംഭവിക്കുന്നില്ല, പക്ഷേ ഒരു റിവേഴ്സിബിൾ ആയിട്ടുള്ള ഫിസിയോളജിക്കൽ നെർവ് കണ്ടക്ഷൻ ബ്ലോക്ക് ആണ് ഉണ്ടാവുന്നത്. പിന്നെ സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആക്സോണോടെമസിസ് പറഞ്ഞു. അതിൽ നമുക്ക് മൈലിൻ ഷീത്തിനോടൊപ്പം തന്നെ ആക്സോൺ എലോങ് വിത്ത് മൈലിൻ ഷീത്തിന് ഇഞ്ചുറി സംഭവിക്കുന്നു. പിന്നെ തേർഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോടെമസിസ് ആണ്. ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും അനാട്ടമിക്കൽ ട്രാൻസാക്ഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ന്യൂറോപ്രാക്സിയയുടെ എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ പറഞ്ഞത് ക്രച്ച് പാൾസി, സാറ്റർഡേ നൈറ്റ് പാൾസി തുടങ്ങിയവയാണ്. ആക്സോണോടെമസിസിൻ്റെ കേസിൽ ഫ്രാക്ചേഴ്സ് ആൻഡ് ഡിസ്ലൊക്കേഷൻസ് ആണ് എക്സാമ്പിൾ പറഞ്ഞത്. ന്യൂറോടെമസിസിൻ്റെ കേസിൽ ഓപ്പൺ വൂണ്ടാണ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് ഡ്യൂ ടു ദ ഇഞ്ചുറി. ഈ ഇഞ്ചുറിയുടെ ഫലമായിട്ട് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാവുന്നത്? ഒരു നെർവിന് ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനാദ്യം ഡീജനറേഷനാണ് സംഭവിക്കുന്നത്, പിന്നീട് അത് റീജനറേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഡീജനറേറ്റ് എന്ന് പറഞ്ഞാൽ നശിച്ചു പോവുക, പിന്നെ അത് റീജനറേറ്റ് ചെയ്ത് പുതിയതായിട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു.
ഇനി നമുക്ക് ആ ഡീജനറേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, അതായത് ഏത് ടൈപ്പ് ഓഫ് ഡീജനറേഷൻ ആണ്, അത് ഏത് സൈറ്റിലാണോ ഉണ്ടാവുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് 2 ടൈപ്സ് ആയിട്ട് പഠിക്കാനുണ്ട്. പാർട്ട് ഓഫ് ദ നെർവ് പ്രോക്സിമൽ ടു ദ സൈറ്റ് ഓഫ് ഇഞ്ചുറി അണ്ടർഗോസ് പ്രൈമറി ഓർ റിട്രോഗ്രേഡ് ഡീജനറേഷൻ. അതായത് എവിടെയാണോ ഇഞ്ചുറി ഉണ്ടായത് അതിന് പ്രോക്സിമൽ ആയിട്ടുള്ള സൈറ്റിലത്തെ നെർവിനെ വിളിക്കുന്ന ആ ഒരു പാർട്ടിൽ ഉണ്ടാവുന്നത് പ്രൈമറി ഡീജനറേഷൻ ആണ്, അല്ലെങ്കിൽ റിട്രോഗ്രേഡ് ഡീജനറേഷൻ ആണ്. ഇനി ആ പോയിന്റ് ഓഫ് ഇഞ്ചുറിക്ക് ഡിസ്റ്റലായിട്ടുള്ള പാർട്ടിൽ ഉണ്ടാവുന്ന ഡീജനറേഷനെ നമുക്ക് സെക്കൻഡറി അല്ലെങ്കിൽ വലേറിയൻ ഡീജനറേഷൻ എന്ന് പറയാൻ പറ്റും. അപ്പം എവിടെയാണോ സൈറ്റ് ഓഫ് ഇഞ്ചുറി അതിൻ്റെ പ്രോക്സിമൽ ആയിട്ടുള്ള പാർട്ട് ഓഫ് നെർവിന് ഉണ്ടാവുന്നത് പ്രൈമറി ഡീജനറേഷൻ ആണ്, അല്ലെങ്കിൽ റിട്രോഗ്രേഡ് ഡീജനറേഷൻ ആണ്. ഇനി ആ പോയിന്റ് ഓഫ് ഇഞ്ചുറിയുടെ ഡിസ്റ്റലായിട്ടുള്ള പാർട്ടിൽ നെർവിൻ്റെ പാർട്ടിൽ ഉണ്ടാവുന്ന ഡീജനറേഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി അല്ലെങ്കിൽ വലേറിയൻ ഡീജനറേഷൻ എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ പഠിച്ച ഡീജനറേറ്റീവ് ചേഞ്ചസ് എന്താണെന്ന് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞിരിക്കുന്നതാണത് ഈ ഒരു സെക്ഷനിൽ. അതായത് ഡീജനറേറ്റീവ് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നെർവ് ഫൈബറിന് ഒരു ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു നെർവ് ഫൈബർ ആണോന്നില്ല, ഏതൊരു സെല്ലിനാണെങ്കിലും അതിനൊരു ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ചേഞ്ചസിനെയാണ് ഡീജനറേറ്റീവ് ചേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് നശിച്ചു പോകാൻ കാരണം? ഒന്നുകിൽ ബ്ലഡ് ഫ്ലോ ഒബ്സ്ട്രക്റ്റഡ് ആവുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ടോക്സിക് സബ്സ്റ്റൻസസ് ഇഞ്ചെക്റ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നെർവ് ഫൈബർ ക്രഷ് ചെയ്ത് പോകുന്നത് കൊണ്ടായിരിക്കും. ഇതൊക്കെ കൊണ്ടാണ് ഡീജനറേറ്റീവ് ചേഞ്ചസ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈപ്പിനെയാണ് പറയാൻ പോകുന്നത്, അതായത് പ്രൈമറി ഓർ റിട്രോഗ്രേഡ് ഡീജനറേഷൻ. ഡീജനറേഷൻ ഓഫ് ദ നെർവ് ഫൈബർ എബവ് ദ പോയിന്റ് ഓഫ് ഇഞ്ചുറി, യൂഷ്വലി ടുവേർഡ്സ് എ സെൽ ബോഡി ഓഫ് ദ ന്യൂറോൺ അപ് ടു എ സിംഗിൾ നോഡ് ഓഫ് റാൻവിയർ. അപ്പോൾ ഇതാണ് പ്രൈമറി ഡീജനറേഷൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, എവിടെയാണോ സൈറ്റ് ഓഫ് ഇഞ്ചുറി അതിൻ്റെ പ്രോക്സിമലായിട്ടുള്ള പാർട്ടിൽ ഉണ്ടാവുന്ന ഡീജനറേഷനാണ് പ്രൈമറി ഡീജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോക്സിമൽ പാർട്ടിൽ ആരൊക്കെയാണ് വരുന്നത്? നമ്മുടെ സെല്ലിൻ്റെ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ അതിൽ പറഞ്ഞായിരുന്നു പ്രോക്സിമലി വരുന്ന കാര്യങ്ങളാണ് സെൽ ബോഡി, അതിനുശേഷം നമ്മുടെ ആക്സോൺസ് ബിഗിൻ ചെയ്യുമ്പോൾ അവിടെ മൈലിൻ ഷീത്ത് കവേർഡ് ആയിരിക്കും, അതിൻ്റെ ഇടയിൽ നോട്ട്സ് ഓഫ് റാൻവിയറും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു സെൽ ബോഡി തൊട്ട് ഏകദേശം സിംഗിൾ നോഡ് ഓഫ് റാൻവിയർ വരെ ആയിരിക്കും ആ ഒരു പ്രൈമറി ഡീജനറേഷൻ ഉണ്ടാവുന്നത്. ഇവിടെ സെൽ ബോഡിക്ക് സ്വെല്ലിങ് കാണുന്നുണ്ട്. അതുകൂടാതെ ഒരു ന്യൂറോണൽ ഇഞ്ചുറിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സൈനാണ് നമുക്ക് ക്രൊമാറ്റോലൈസിസ് എന്ന് പറയുന്നത്. അതായത് നിസിൽസ് ഗ്രാന്യൂൾസിൻ്റെ ബ്രേക്ക് ഡൗണിനെയാണ് ക്രൊമാറ്റോലൈസിസ് എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ന്യൂറോണിൻ്റെ സെൽ ബോഡിയിലുള്ളിൽ കാണുന്ന സെൽ ഓർഗനൽസായ ഗോൾഗി അപ്പാരറ്റസും ന്യൂറോ ഫൈബ്രിൽസും ഇവിടെ ഡിസപ്പിയർ ആവുന്നു. അപ്പോൾ പ്രൈമറി ഓർ റിട്രോഗ്രേഡ് ഡീജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോയിന്റ് ഓഫ് ഇഞ്ചുറി എവിടെയാണോ അതിന് പ്രോക്സിമലായിട്ടുള്ള പാർട്ട് ഓഫ് നെർവിൽ ഉണ്ടാകുന്ന ഡീജനറേഷൻ, അതിനെയാണ് പ്രൈമറി അല്ലെങ്കിൽ റിട്രോഗ്രേഡ് ഡീജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സെൽ ബോഡിക്ക് സ്വെല്ലിങ് കാണുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട പോയിൻ്റാണ് ക്രൊമാറ്റോലൈസിസ്. ക്രൊമാറ്റോലൈസിസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ഓഫ് നിസിൽസ് ഗ്രാന്യൂൾസ് ആണ്. ഇത് ന്യൂറോണൽ ഇഞ്ചുറിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്റോളജിക്കൽ സൈൻ ആണ്. അപ്പോൾ നമുക്കറിയാം നിസിൽസ് ഗ്രാന്യൂൾസിൻ്റെ അകത്ത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ആണ്. പിന്നെ പറയാനായിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗോൾഗി അപ്പാരറ്റസും ന്യൂറോ ഫൈബ്രിൽസും ഇവിടെ ഡിസപ്പിയർ ആകുന്നു എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇനിയുള്ള പോയിന്റാണ് സെക്കൻഡറി ഓർ വലേറിയൻ ഡീജനറേഷൻ. അതായത് ഡീജനറേഷൻ ഓഫ് ദ നെർവ് ഫൈബേഴ്സ് ഡിസ്റ്റൽ ടു ദ പോയിന്റ് ഓഫ് ഡാമേജ്. അപ്പോൾ നമുക്കറിയാം എവിടെയാണോ പോയിന്റ് ഓഫ് ഇഞ്ചുറി അതിന് ഡിസ്റ്റലായിട്ടുള്ള പാർട്ട് ഓഫ് നെർവിലായിരിക്കും ഡീജനറേഷൻ ഉണ്ടാകുന്നത്. അതിനെയാണ് സെക്കൻഡറി അല്ലെങ്കിൽ വലേറിയൻ ഡീജനറേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ആക്സോണിൻ്റെ ഡീജനറേഷനെ ഫോളോ ചെയ്തുകൊണ്ട് മൈലിൻ ഷീത്തിനും ഡീജനറേഷൻ ഉണ്ടാവുന്നു. അതുവഴി മൈലിൻ ഷീത്ത് ബ്രേക്ക് ഡൗൺ ആയിട്ട് മൈലിൻ ഷീത്തിനുള്ളിലെ ലിപ്പിഡ് ഹൈഡ്രോളൈസ് ചെയ്തിട്ട് ലിപ്പിഡ് ഡ്രോപ്ലെറ്റുകളായിട്ട് മാറുന്നു. അങ്ങനെ ഇവിടെ ഒരുപാട് ഡെബ്രിസ് ഫോം ചെയ്യുന്നു. ഈ ഡെബ്രിസിനെ എല്ലാം ക്ലിയർ ഔട്ട് ചെയ്ത് കളയുന്നത് ഷ്വാൻ സെൽസും മാക്രോഫേജസും കൂടെ ചേർന്നിട്ടാണ്. ഇങ്ങനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ട്യൂബ്സ് ഒക്കെ ഹോളോ, അതായത് മെയിനായിട്ടും ആക്സോണിനെ ട്യൂബായിട്ട് നമുക്കിവിടെ കൺസിഡർ ചെയ്യാം. ആ ട്യൂബ്സ് ഒക്കെ ഹോളോ ആയിട്ട് കാണുന്നു. അതിനെയാണ് നമ്മൾ ഗോസ്റ്റ് ട്യൂബ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓർക്കുക, സെക്കൻഡറി ഓർ ദ വലേറിയൻ ഡീജനറേഷൻ എന്ന് പറഞ്ഞാൽ നെർവ് ഫൈബേഴ്സ് ഡിസ്റ്റൽ ടു ദ പോയിന്റ് ഓഫ് ഡാമേജ്, അവിടെയായിട്ടാണ് അതിന് ഡീജനറേഷൻ ഉണ്ടാവുന്നത്. ആദ്യം ആക്സോണിന് ഡീജനറേഷൻ ഉണ്ടാവുന്നു, പിന്നെ മൈലിൻ ഷീത്ത് ഡീജനറേറ്റഡ് ആവുന്നു, പിന്നെ മൈലിൻ ഷീത്ത് ബ്രേക്ക് ഡൗൺ ആയിട്ട് അതിൻ്റെ ലിപ്പിഡിന് ഹൈഡ്രോളൈസിസ് ഉണ്ടായിട്ട് ലിപ്പിഡ് ഡ്രോപ്ലെറ്റ് ആയിട്ട് മാറുന്നു. ആ ഒരു ഡെബ്രിസിനെ ക്ലിയർ ചെയ്ത് കളയുന്നത് ഷ്വാൻ സെൽസും അതുപോലെ തന്നെ മാക്രോഫേജസും ആണ്. അങ്ങനെ ക്ലിയർ ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഡീജനറേറ്റിംഗ് മെറ്റീരിയൽ മുഴുവൻ ക്ലിയർഡ് ആകുമ്പോൾ ട്യൂബ്സ് ഒക്കെ ഹോളോ ആയിട്ടായിരിക്കും കാണുന്നത്. അതിനെയാണ് നമ്മൾ ഗോസ്റ്റ് ട്യൂബ് എന്ന് വിളിക്കുന്നത്.
അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നമ്മൾ മെയിനായിട്ട് നോക്കണം. പ്രൈമറി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, പോയിൻ്റ് ഓഫ് ഇഞ്ചുറിയുടെ പ്രോക്സിമലായിട്ടുള്ള പാർട്ടിലാണ് ഡീജനറേഷൻ ഉണ്ടാകുന്നത്. അതേസമയം സെക്കൻഡറി എന്ന് പറയുമ്പോഴത്തേക്കും അത് പോയിൻ്റ് ഓഫ് ഇഞ്ചുറി എവിടെയാണോ അതിന് ശേഷമുള്ള പാർട്ടിലായിട്ടാണ് ഡീജനറേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം. ഇനി വലേറിയൻ ഡീജനറേഷൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നമുക്കറിയാം പോയിൻ്റ് ഓഫ് ഇഞ്ചുറിക്ക് ഡിസ്റ്റലായിട്ടുള്ള പാർട്ടിലാണ് എന്തുണ്ടാവുന്നത്, ഡീജനറേഷൻ ഉണ്ടാവുന്നത്. അതിവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി ന്യൂറോഗ്ലിയൽ സെൽസ് എന്ന് പറഞ്ഞാൽ ന്യൂറോൺസിനെ സപ്പോർട്ട് ചെയ്യുന്ന സെൽസിനെയാണ് ന്യൂറോഗ്ലിയൽ സെൽസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ന്യൂറോൺസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് ഇമ്പൾസസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ്റെ സെക്ഷനിൽ തന്നെ പഠിച്ചതാണ്, ന്യൂറോൺസും ന്യൂറോഗ്ലിയൽ സെൽസും കൂടെ കമ്പൈൻഡ് ആയിട്ടാണ് നമ്മുടെ നെർവസ് സിസ്റ്റം ഫോം ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂറോഗ്ലിയൽ സെൽസ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലും കാണുന്നുണ്ട്, പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലും കാണുന്നുണ്ട്. അപ്പോൾ സെൻട്രൽ ന്യൂറോഗ്ലിയൽ സെൽസ് എവിടെയാണ് കാണുന്നത്, ബ്രെയിനിലും സ്പൈനൽ കോഡിലുമാണ് കാണുന്നത്. പെരിഫറൽ ന്യൂറോഗ്ലിയൽ സെൽസ് കാണുന്നത് പെരിഫറൽ നെർവ്സിലാണ്. അതിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് പഠിക്കാനുണ്ട്. സെൻട്രൽ ന്യൂറോഗ്ലിയൽ സെൽസിൽ വരുന്നതാണ് ആസ്ട്രോസൈറ്റ്സ്, മൈക്രോഗ്ലിയ, ഒലിഗോഡെൻഡ്രോസൈറ്റ്സ്. പെരിഫറൽ ന്യൂറോഗ്ലിയൽ സെൽസിൽ വരുന്നതാണ് ഷ്വാൻ സെൽസ്, സാറ്റലൈറ്റ് സെൽസ്. അപ്പോൾ നമുക്ക് ആദ്യം സെൻട്രൽ ന്യൂറോഗ്ലിയൽ സെൽസ് നോക്കാം. ആസ്ട്രോസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റാർ ഷേപ്ഡ് സെൽസ് ആണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ 2 ടൈപ്സ് പറയുന്നുണ്ട്, അതായത് പ്രോട്ടോപ്ലാസ്മിക്കും ഫൈബ്രസും. പ്രോട്ടോപ്ലാസ്മിക് എന്ന് പറഞ്ഞാൽ ഗ്രേ മാറ്ററിൽ കാണുന്നതാണ്, ഫൈബ്രസ് എന്ന് പറഞ്ഞാൽ വൈറ്റ് മാറ്ററിലാണ് കാണുന്നത്. അപ്പോൾ ഫൈബ്രസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് സിനാപ്സസിനെ കവർ ചെയ്യുകയും അതുപോലെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഫോം ചെയ്യാൻ ഒരു ഇമ്പോർട്ടൻറ്റ് റോള് പ്ലേ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ സിനാപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ന്യൂറോൺസിൻ്റെ ഇടയിലുള്ള ആ ഒരു ജംഗ്ഷൻ, അതിനെയാണ് സിനാപ്സ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ മൈക്രോഗ്ലിയ എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് ന്യൂറോഗ്ലിയയാണ്. അതിനെ നമുക്ക് ബ്രെയിൻ മാക്രോഫേജസ് എന്നും വിളിക്കാൻ പറ്റുന്നു. ഇനി തേർഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് ആണ്. ഒലിഗോഡെൻഡ്രോസൈറ്റ്സിന് ഒരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്, അതായത് അത് നമ്മുടെ CNSലെ നെർവ്സിന് മൈലിൻ ഷീത്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഒലിഗോഡെൻഡ്രോസൈറ്റ്സ്. ഇനി ഇതേപോലെ തന്നെ സിമിലർ ആയിട്ടൊരു പോയിൻ്റാണ് നമ്മൾ ഷ്വാൻ സെൽസിൽ പഠിക്കുന്നത്. ഷ്വാൻ സെൽസ് എന്ന് പറഞ്ഞാൽ PNSൽ അഥവാ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ മൈലിൻ ഷീത്തിനെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഷ്വാൻ സെൽസ്. ഇനി സാറ്റലൈറ്റ് സെൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് ഫിസിക്കൽ സപ്പോർട്ട് ടു ദ നെർവ്സ് ഇൻ ദ പെരിഫറൽ നെർവസ് സിസ്റ്റം ആൻഡ് കെമിക്കൽ എൻവയോൺമെൻറ്റ് ടു എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. അതായത് നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലെ നെർവ്സിന് ഒരു ഫിസിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുകയും അതുകൂടാതെ അവിടെ ഒരു കെമിക്കൽ എൻവയോൺമെൻറ്റിനെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് സാറ്റലൈറ്റ് സെൽസ്. അപ്പം ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ആസ്ട്രോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഷേപ്ഡ് സെൽസ് ആണ്, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കുക ബ്ലഡ് ബ്രെയിൻ ബാരിയർ ആണ് മെയിൻ പോയിന്റ്. പിന്നെ മൈക്രോഗ്ലിയ എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് ന്യൂറോഗ്ലിയയാണ്, ബ്രെയിൻ മാക്രോഫേജസ് എന്നും അതിനെ വിളിക്കുന്നു. പിന്നെ CNSൽ മൈലിൻ ഷീത്തിനെ പ്രൊവൈഡ് ചെയ്യുന്നത് ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് ആണ്. സിമിലർലി PNSൽ നെർവ്സിന് മൈലിൻ ഷീത്തിനെ പ്രൊവൈഡ് ചെയ്യുന്നത് ഷ്വാൻ സെൽസ് ആണ്. അതേപോലെ സാറ്റലൈറ്റ് സെൽസ് എന്ന് പറഞ്ഞാൽ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലെ നെർവ്സിന് ഫിസിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുകയും അതുപോലെ ഒരു കെമിക്കൽ എൻവയോൺമെൻറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് സാറ്റലൈറ്റ് സെൽസ്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ കവർ ചെയ്തത്.